OCD എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള പ്രോബ്ലംസ് തന്നെയാണ്. ബ്രെയിനിലുള്ള പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള നമ്മുടെ ഇമോഷൻസിനെ, തോട്ട്സിനെ, ബിഹേവിയറിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണെന്നുള്ളത് നമുക്കറിയാം. ബ്രെയിനിൽ എത്രയോ ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ന്യൂറോൺസ് എല്ലാം തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഇത് ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ സിഗ്നൽസ് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്കറിയാം. അതുപോലെ ഈ ബ്രെയിനിൻ്റെ ഓരോ പാർട്ടിനും ഓരോ പ്രത്യേക ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തകളെ നിയന്ത്രിക്കുന്ന, അതായത് ചിന്തകൾ ഏതളവിൽ നമ്മളുടെ ഉള്ളിലോട്ട് വരണം എന്നൊക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു കൺട്രോൾ മെക്കാനിസം അവിടെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ബ്രെയിൻ ഹോർമോൺസിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. പിന്നെ ജനറ്റിക്കലി നമുക്ക് ആ ഒരു OCDക്കുള്ള ഒരു ജനറ്റിക് വൾണറബിലിറ്റി ഉണ്ടാവാം. ഇങ്ങനെ ഒരു പല കാരണങ്ങൾ കൂടി ചേർന്നാണ് ഇതൊരു പ്രോബ്ലമായിട്ട് വരുന്നത്.